എന്തുകൊണ്ട് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം കേരളത്തിലുള്ളവര്? അതായത് UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചു, പക്ഷെ എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കറണ്ട് സിനാരിയോസ് ഒന്നും ഞാൻ പറയുന്നില്ല, അമ്പലം കൊള്ള അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് എഡ്യൂക്കേഷൻ ആണെങ്കിലും എംപ്ലോയ്മെന്റ് ആണെങ്കിലും വൈ ഇന്നത്തെ യങ് ജനറേഷൻ കൂടുതലായിട്ടും അതർ സ്റ്റേറ്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ? വൈ ആർ ദേ ചൂസിങ് അതർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അതർ കൺട്രീസ്? ഇപ്പൊ എന്റെ കുടുംബത്തിലാണെങ്കിലും എന്റെ ചുറ്റുമുള്ളവരാണെങ്കിലും എന്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും എല്ലാവരും അതർ സ്റ്റേറ്റ്സിലാണുള്ളത് അല്ലെങ്കിൽ അതർ കൺട്രീസിലാണുള്ളത്. കേരളത്തിൽ ആരും ഇല്ല. യങ് ജനറേഷനിൽ ഒരു 80% ആൾക്കാരും നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളിലാട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും പുറത്താണ്. അപ്പൊ കേരളത്തിൽ അത്രയും ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുറം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പുറം അന്യ സംസ്ഥാനങ്ങളിലോട്ട് അയക്കുന്നത്? അങ്ങനെ കേരളത്തിലേ നിന്നാൽ മതിയില്ലേ? അപ്പൊ അവർക്കും അറിയാം കേരളത്തിൽ ഇത്രയുണ്ട്, പരിമിതികൾ ഉണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ ജോലി സാധ്യതകൾ എന്നുള്ളത് അറിയാം. പിന്നെ ഈ പഠിക്കാൻ പോകുന്നതാണെങ്കിലും ഇന്നത്തെ ജനറേഷൻ നോക്കൂ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ അല്ലെങ്കിൽ പുറത്ത് ലണ്ടൻ, കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പുറത്ത് ചെന്നാണ് പഠിക്കുന്നത്. അപ്പൊ കേരളത്തിലെ എഡ്യൂക്കേഷൻ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അന്യ സംസ്ഥാനത്തെ എഡ്യൂക്കേഷൻ തേടി പോകുന്നത്? അപ്പൊ അത് കേരളം ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ അന്യ സംസ്ഥാനത്ത് പോവില്ലല്ലോ പഠിക്കാനായിട്ട്. അപ്പൊ അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ കേരളം UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിട്ട് ഇതൊക്കെയാണോ കോൺട്രിബ്യൂഷൻ എഡ്യൂക്കേഷനിലും എംപ്ലോയ്മെന്റിലും? അപ്പൊ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് യു പി എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കളിയാക്കുന്നതാണ്. പക്ഷെ ഞാൻ UP-യിൽ പോയി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാശിയിലും അതുപോലെ അയോധ്യയിലൊക്കെ ചെന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ത് ഡെവലപ്മെന്റ് അവിടെയൊക്കെ നടന്നിരിക്കുന്നതെന്ന് അറിയോ? നമ്മളിവിടെ ഇരുന്ന് ഫേസ്ബുക്കിൽ ഇരുന്ന് കാണുന്ന പോലെ ഒന്നും അല്ല UP ഇപ്പോ. UP ഒക്കെ ഒരുപാട് ഡെവലപ്പായി. അപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിയാക്ക, എന്താ പറയാ, പൊട്ടക്കിണറ്റിലെ തവളകളിൽ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ പുറം രാജ്യം കാണുന്നില്ല, പുറത്ത് എന്താ നടക്കണമെന്ന് അറിയുന്നില്ല. യങ്സ്റ്റേഴ്സ് അത് എന്തുകൊണ്ടായിരിക്കും പുറത്ത് പോകാനും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളൊക്കെ ആശ്രയിക്കുന്നതെന്ന് അറിയോ? അവിടെ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ബെറ്റർ ആയ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ആ സംവിധാനങ്ങളൊന്നും ഇതുവരെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഞാൻ പറയുന്നത് എന്റെ ഒരു നാട്ടും പുറത്താട്ടോ ഞാനൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവിടെ പോലും യങ്സ്റ്റേഴ്സ് ആരും തന്നെ അവിടെ പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ വളരെ കുറവായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പൊ എന്റെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ പോലും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് ഡെവലപ്മെന്റ് ആണ് ഇതുവരെ LDF-ഉം UDF-ഉം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിട്ടോ. അപ്പൊ എനിക്കൊന്നും ഇനി തിരിച്ച് കേരളത്തിൽ വന്ന് ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. നാട്ടിൻപുറവും ആ പച്ചപ്പും അമ്പലം കുളമൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ വന്നേക്കും എന്നല്ലാതെ സൗകര്യങ്ങളുടെ ബേസിസിൽ എനിക്കൊരിക്കലും കേരളത്തിൽ വന്ന് ജീവിക്കുന്നതിനെ പറ്റി ഇനി ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല സീരിയസ്ലി. കാരണം ഇവിടെയൊക്കെ നമ്മൾ മൊബൈലൊന്ന് കുത്തി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തുകയാണ്. അപ്പൊ ആ സംവിധാനങ്ങൾ പാലക്കാട് പോലും ഇല്ല, ടൗണിൽ പോലും ഇല്ല. ഉബർ, ഓല, ഏത് അർദ്ധരാത്രി വേണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം.